ദേശീയപാത 85 ഭാഗമായ നേര്യമംഗലം പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണ് എന്ന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എം.പി. ഡിസംബർ മാസമാകുമ്പോഴേക്കും നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർണായക ഘട്ടം കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം.പി. വ്യക്തമാക്കി. ഇടുക്കി, എറണാകുളം ജില്ലകളെ ബന്ധിപ്പിച്ച് പെരിയാറിന് കുറുകെയാണ് നേര്യമംഗലം പാലമുള്ളത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പായിരുന്നു ദേശീയപാത 85 ഭാഗമായി നേര്യമംഗലത്ത് പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത്. 214 മീറ്റർ നീളവും 13 മീറ്റർ വീതിയും 5 സ്പാനുകളിലുമായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. പാലത്തിന്റെ നിർമ്മാണ ജോലികൾ പുരോഗമിക്കുകയാണെന്നും ഡിസംബർ മാസമാകുമ്പോഴേക്കും പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിർണായക ഘട്ടം കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും എം.പി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് വ്യക്തമാക്കി. കവളങ്ങാട് പഞ്ചായത്തിന്റെ ഭാഗത്ത് അവിടെ പുറമ്പോക്ക് ഭൂമിയിൽ താമസിച്ചിരുന്ന ആളുകളുടെ റിഹാബിലിറ്റേഷൻ, അവരുടെ പുനരധിവാസ പ്രവർത്തനം കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലാ കളക്ടറേറ്റുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ കൂടിയ യോഗത്തിൽ വെച്ച് തീരുമാനമായി അവർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായിരുന്നു. ആ തീരുമാനമനുസരിച്ച് 4 കുടുംബങ്ങൾക്ക്, പട്ടയമില്ലാതിരുന്ന 4 കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം ഉടനെ തന്നെ വിതരണം ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ ആ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമായിരുന്നു. ഡിസംബർ മാസത്തോടുകൂടി പാലം പണിയുടെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടം പിന്നിടണം എന്നുള്ളതാണ് നിലവിലുള്ള തീരുമാനം. അതിനനുസരിച്ച് നമ്മുടെ ഇടുക്കി ജില്ലയുടെ ഭാഗത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഫോറസ്റ്റ് വകുപ്പുമായിട്ടുള്ള ക്ലിയറൻസ് ഉടനെ തന്നെ ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഉടനെ തന്നെ ആ പ്രശ്നം കൊണ്ട് പരിഹരിച്ച് ഇപ്പോൾ വാളറ വരെയുള്ള ഭാഗത്ത് വീതി എടുക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ആത്മവിശ്വാസം. അക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉദാരമായൊരു സമീപനം കൂടി കോടതി ഉത്തരവുണ്ടായിട്ടും അത് പാലിക്കപ്പെടാതിരിക്കുന്ന അവസ്ഥ അത് നമുക്ക് ഒഴിവാക്കേണ്ടതാണ്. പാലത്തിനായി വേണ്ടുന്ന തൂണുകളുടെ നിർമ്മാണ ജോലികളാണ് ആദ്യഘട്ടത്തിൽ പുരോഗമിക്കുന്നത്. രാജഭരണകാലത്താണ് നിലവിലുള്ള നേര്യമംഗലം പാലം പണി കഴിപ്പിച്ചിട്ടുള്ളത്. 2 വലിയ വാഹനങ്ങൾക്ക് ഒരേ സമയം പാലത്തിലൂടെ കടന്നു പോകുവാൻ പ്രയാസമാണ്. ഇത് പലപ്പോഴും ഗതാഗത കുരുക്കിന് ഇടവരുത്തുന്നു. പുതിയ പാലം യാഥാർത്ഥ്യമായാൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. ന്യൂസ് ബ്യൂറോ, അടിമാലി. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.